നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരിക്കലെങ്കിലും തിരിഞ്ഞു നോക്കി തോന്നിയിട്ടുണ്ടാവും, എനിക്കിതുവരെ കുറേ കാര്യങ്ങൾ നേടാമായിരുന്നു, ഞാൻ കൂടുതൽ മുന്നോട്ട് പോകണമായിരുന്നുവെന്ന്. എങ്കിൽ നിങ്ങളിതൊന്ന് കേൾക്കുക. നിങ്ങൾ ലേറ്റായിട്ടില്ല, നിങ്ങൾ പിന്നിലും പോയിട്ടില്ല. ഇനിയും നിങ്ങൾ തുടങ്ങുന്നത് നിങ്ങളുടെ തിരിച്ചുവരവാണ്. ഇന്ന് നീ ആദരിക്കുന്ന ഓരോ വ്യക്തിയും, മെസ്സിയോ ധോണിയോ റൊണാൾഡോയോ കലാമോ, ഒരാളും ഗ്രേറ്റായി തുടക്കമിട്ടവരല്ല. അവർക്കും സംശയമുണ്ടായിരുന്നു, അവർക്കും ഭയമുണ്ടായിരുന്നു. ചിലർ പരാജയത്തിൽ നിന്നും തുടങ്ങി, ചിലർ നിരാകരണത്തിൽ നിന്നും തുടങ്ങി, ചിലർ ഒന്നുമില്ലാതെ തുടങ്ങി. പക്ഷേ എല്ലാവർക്കും ഒരു പൊതുക്കാര്യമുണ്ടായിരുന്നു, അവർക്കൊന്നും നിർത്തിപ്പോവാനുള്ള മനസ്സില്ലായിരുന്നു. ജീവിതം നിന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് സമ്പൂർണ്ണതയല്ല, പണമല്ല, ടാലൻറ്റുമല്ല, നിർത്താതെ പോകാനുള്ള ധൈര്യം മാത്രമാണ്. ഒരു കാര്യം എപ്പോഴും മനസ്സിലോർക്കുക, ജീവിതം ശക്തനായവരെ ഏറ്റവും കഠിനമായി പരീക്ഷിക്കും. ഇപ്പോൾ നീയുള്ള പോരാട്ടങ്ങൾ, അവസാനമില്ലാത്ത സമ്മർദ്ദങ്ങൾ, ഒറ്റപ്പെടലുകൾ എല്ലാം നിനക്ക് തോൽപ്പിക്കാനല്ല വന്നിരിക്കുന്നത്. അതൊക്കെ ഒരു സിഗ്നലാണ്. നിൻ്റെ കഥ വലിയതാകാനിരിക്കുന്നു. വേദന ശത്രുവല്ല, വേദനയാണ് നിൻ്റെ പരിശീലകൻ. അത് നിന്നെ കഠിനമാക്കുന്നു, തിളക്കമാക്കുന്നു, നിർത്താതിരിക്കാനുള്ള ശക്തി പഠിപ്പിക്കുന്നു. ഒരു ദിവസം വരും, ഇന്ന് നീ അനുഭവിക്കുന്ന എല്ലാം പിന്നോട്ട് നോക്കുമ്പോൾ അർത്ഥമുള്ളതായി തോന്നുന്ന ഒരു ദിവസം. അന്ന് നീ പറയും, ആ വേദന എന്നെ മാറ്റി, ആ പരാജയം എന്നെ ബുദ്ധിമാനാക്കി, ആ പോരാട്ടം എന്നെ നിർമ്മിച്ചു. തിരിച്ചുവരവ് ഒരു മിറാക്കിൾ കൊണ്ടല്ല തുടങ്ങുക, ഒരു തീരുമാനം കൊണ്ടാണ്. ഞാൻ ഇനിയും നിങ്ങളല്ല, ഞാൻ മാറും, ഞാൻ നിൽക്കും എന്നൊരു തീരുമാനം. ഉയർത്തെഴുന്നേൽക്കുക, നിലകൊള്ളുക, നിൻ്റെ ജീവിതം കയ്യിലെടുക്കുക. നിൻ്റെ ഭാവി ഇന്ന് തന്നെ എഴുതാനാവും. വീണ്ടും തുടങ്ങാൻ കാത്തു നിൽക്കുന്ന ആ ദിവസം ഇന്നാണ്. നീ എത്ര തവണ വീണാലും പ്രശ്നമില്ല, നീ ഒരിക്കൽ കൂടുതൽ എഴുന്നേൽക്കുക. അതു കഴിഞ്ഞാൽ ഈ ലോകത്ത് നിന്നെ തടുക്കാൻ ആർക്കുമാവില്ല. ഒരൊറ്റ കാര്യം ഓർക്കുക, നിൻ്റെ ജീവിതം മാറ്റാൻ ഒരു ദിവസം, ഒരു തീരുമാനം, ഒരു ധൈര്യം മതി. ഇന്ന് തന്നെ തുടങ്ങൂ, നാളെയല്ല, അടുത്ത മാസമല്ല, ഈ നിമിഷം തന്നെ. കാരണം നിൻ്റെ കഥ ഇപ്പോഴും തീർന്നിട്ടില്ല. ഇനിയും തുടങ്ങുന്ന അധ്യായം നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ അധ്യായമായിരിക്കട്ടെ.